എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാഹന ലോണ് എടുത്തിട്ടുള്ളവർ അവ അടച്ചു തീർത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാഹന ലോൺ എടുത്തായിരിക്കും സാധാരണക്കാർ മിക്കവരും വാഹനങ്ങൾ വാങ്ങിക്കുക. മികച്ച സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഇപ്പോൾ വാഹന ലോൺ ലഭിക്കുക പ്രയാസമുള്ള കാര്യമല്ല. വാഹന ലോൺ അടച്ചു തീർത്താൽ പിന്നെ ആശ്വാസകരമാണ്. വാഹനം നമ്മുടെ സ്വന്തമായിരിക്കും എന്നായിരിക്കും നമ്മൾ പൊതുവെ കരുതുന്നത്. എന്നാൽ ലോൺ അടച്ചു തീർത്തത് കൊണ്ട് മാത്രം വാഹനം നമ്മുടെ സ്വന്തമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫിനാൻസ് സ്ഥാപനത്തിന് നമ്മുടെ വാഹനത്തിലുള്ള അവകാശം നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഹന ലോണായി എടുക്കുമ്പോൾ RC ബുക്കിൽ ഹൈപ്പോതെക്കേഷൻ ആയി ലോൺ നൽകുന്ന സ്ഥാപനത്തിന്റെ പേര് ഉണ്ടായിരിക്കുന്നതാണ്. ലോൺ നൽകുന്ന ബാങ്കിന്റെ പേര് RCയിൽ രേഖപ്പെടുത്തുന്നതാണ്. ഈ ഹൈപ്പോതെക്കേഷൻ ഇത് RCയിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വാഹനം വിൽക്കേണ്ടി വരുമ്പോഴും നമുക്ക് പ്രയാസം നേരിടുക വരും. അപ്പോൾ പഴയ ഡോക്യുമെന്റുകൾ തപ്പിയെടുത്ത് ഫിനാൻസ് സ്ഥാപനത്തെ സമീപിച്ച് NOC വാങ്ങേണ്ടതായിട്ടൊക്കെ നമുക്ക് വരും. ഇത് നമുക്ക് കാലതാമസം കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു നടപടി സ്വീകരിക്കുന്നതെങ്കിൽ വീണ്ടും സങ്കീർണമായിരിക്കും നടപടികൾ. ലോൺ അടച്ചു കഴിഞ്ഞാൽ വായ്പ എടുത്ത സ്ഥാപനം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ലോൺ ക്ലോസിംഗ് സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ വിലാസത്തിലേക്കായിരിക്കും അയച്ചു തരിക. വാഹന വായ്പയുമായി ബന്ധപ്പെട്ട് ബാങ്കിന് നമ്മൾ നൽകാനുള്ള ബാധ്യതകളൊക്കെ തീർത്ത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് NOC. ഇനി ലോൺ എടുത്ത വാഹനം വായ്പാ കാലാവധിക്ക് മുമ്പ് വിൽക്കാനും ബാങ്കിൽ നിന്ന് നമുക്ക് NOC വാങ്ങേണ്ടതായിട്ട് വരും. എന്നാലേ നമുക്ക് RC ബുക്കിൽ പേര് മാറാൻ സാധിക്കുകയുള്ളൂ. ഇനി വായ്പാ അടവ് പൂർത്തിയാക്കിയാൽ NOC കൈപ്പറ്റുക എന്നത് വളരെ അത്യാവശ്യകരമായ ഒരു ആവശ്യമാണ്. സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകിയാൽ ഉപഭോക്തൃ കോടതിയിൽ നമുക്ക് പരാതി നൽകാവുന്നതാണ്. NOC കിട്ടിയാലും സാധാരണ നമ്മൾ കൊടുത്ത ചെക്ക് ലീഫ് അവർ തിരിച്ചു തരില്ല. NOC കിട്ടിയാൽ 90 ദിവസത്തിനുള്ളിൽ ചെക്ക് ലീഫ് നമ്മൾ തിരിച്ചെടുക്കുവാൻ ശ്രമിക്കുക. വായ്പ ലഭിച്ച ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വാഹനത്തിൻ്റെ കടബാധ്യത തീർന്നതായി കാണിച്ചുള്ള കത്തും പൂരിപ്പിച്ച ഫോമും നമ്മൾ RC ബുക്കും ചേർത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ പുക പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ നിശ്ചിത ഫീസും സഹിതം നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്ത RTO ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഈ സേവനങ്ങളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പരിവാഹൻ സൈറ്റിലൂടെ നമുക്ക് ഈ സേവനം ലഭ്യമാണ്. സൈറ്റിൽ നമ്മൾ ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം തുടർന്ന് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുത്ത് സംസ്ഥാനവും RTO ഓഫീസും തിരഞ്ഞെടുത്ത് നൽകുക. തുടർന്ന് നമുക്ക് ആവശ്യമായ ഫീസ് അടച്ച ശേഷം ലളിതമായ നടപടിക്രമങ്ങളിലൂടെ RCയിൽ നിന്ന് നമുക്ക് ലോണ് ഒഴിവാക്കി മാറ്റാവുന്നതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ മാക്സിമം പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി തുടർന്നും കാണും വരെ ഗുഡ് ബൈ.